മാറി. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയതാണ് കേട്ടോ. അടുത്ത അലാറവുമായിട്ട് ആരാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റോഷിപാലാണ്. ഗുഡ് മോർണിംഗ് റോഷിപാൽ, വെൽക്കം ബാക്ക്. ശരിക്കും ഇപ്പോഴത്തെ അലാമിന് ഞാൻ ഞെട്ടി കേട്ടോ, അഭിനയിച്ചതല്ല, ശരിക്കും ഞാൻ ഞെട്ടി. വെരി ഗുഡ് മോർണിംഗ് സുജയ പർവതി. ഇവിടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് എനിക്കൊരു പണി തന്നതാണോ എന്നറിയില്ല റോഷി, കാരണം വലിയ ശബ്ദത്തിലാണ് ഇത് എന്റെ ചുറ്റും മുഴങ്ങിയത്. ഞാൻ പേടിച്ചു പോയി. ശരിക്കും പേടിപ്പിക്കുന്ന വാർത്തയാണോ കയ്യിൽ? പേടിപ്പിക്കുന്നതല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഇടതുപക്ഷത്തിന് പേടിക്കണം അല്ലെങ്കിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. കാരണം PV അൻവർ നിലമ്പൂരിൽ MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ വാർത്തയാണ്. UDF നേതൃത്വത്തിന് PV അൻവർ കത്ത് നൽകി. UDF പ്രവേശനം സംബന്ധിച്ച കത്താണ്. UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യം UDF നേതൃത്വത്തെ അറിയിക്കുന്നു. അതിനൊപ്പം UDFൽ ഉൾപ്പെടുത്തണം, ഘടകകക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഈ കത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സുദീർഘമായ കത്താണ്. ആ കത്തിൽ ഏത് സാഹചര്യത്തിലാണ് LDFുമായി വിട പറയേണ്ടി വന്നത്, പിന്നീട് MLA പദം ഒഴിയേണ്ടി വന്നത്, താൻ ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണ്, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം എന്താണ് തുടങ്ങിയ വളരെ വിശദമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഈ കത്ത് UDFിൻ്റെ ചെയർമാനും UDF കൺവീനർക്കും മാത്രമല്ല, UDFിലെ എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കും കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം PV അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് PV അൻവർ എല്ലാ നേതാക്കൾക്കും കത്ത് കൈമാറിയിരിക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടി വരും. ഈ കത്ത് കൊടുത്തിരിക്കുന്നു അൻവർ തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എടുക്കണമെന്നാണ്. ഘടകകക്ഷി നേതാക്കൾക്കും കത്ത് കൊടുത്തതിന് പിന്നിൽ UDFൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ തന്നെ പിന്തുണയ്ക്കാൻ സാധ്യത ലീഗാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുഴം മുമ്പേ അൻവർ ഒന്ന് നീട്ടിയെറിഞ്ഞതാണോ? അങ്ങനെ പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് തുടക്കം മുതൽ തന്നെ PV അൻവറിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുമ്പ് PV അൻവറിനെ UDFനൊപ്പം ചേർക്കണമെന്ന അഭിപ്രായം ലീഗിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. ലീഗ് ഒരു സമ്മർദ്ദ ശക്തിയായി UDFൽ മാറുന്നുമുണ്ട്. ഏതായാലും UDFിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ നിർണായകമാണ്. UDF യോഗം ചേരുമ്പോൾ അതിനു മുമ്പ് തന്നെ ഘടകകക്ഷികൾ അവർ യോഗം ചേർന്ന് അവരുടെ പാർട്ടി നിലപാട് UDF ഫോറത്തിൽ അറിയിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ മുൻകൂട്ടി PV അൻവർ എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും വിശദമായ കത്ത് കൈമാറിയത്. സാധാരണ ഒറ്റ പേജിൽ ഒതുങ്ങുന്ന കത്തല്ല PV അൻവർ കൈമാറിയിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ തൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന് കാരണമായ നിലമ്പൂരിലെ നിരുപാധിക പിന്തുണ എന്ന് പറയുന്നത് ആ സീറ്റിന് ക്ലെയിം വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് വരില്ല എന്നത് കൂടി ചേർത്തുകൊണ്ടുള്ള കത്താണോ റോഷിപാൽ? അത് വാർത്താസമ്മേളനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് PV അൻവർ. നിലമ്പൂരിൽ താൻ ഇനി മത്സരിക്കാനില്ല ഈ തവണ. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് തൻ്റെ പിന്തുണയുണ്ട്, നിരുപാധിക പിന്തുണയാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ DCC അധ്യക്ഷൻ VS ജോയിയെ ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചെങ്കിൽ പോലും UDF ആരെ മത്സരിപ്പിച്ചാലും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും. മാത്രവുമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ അവിടെ പ്രചാരണത്തിന് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമടക്കം PV അൻവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി UDFന് ആ പിന്തുണ വേണ്ട എന്ന് പറയുക അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് PV അൻവറിനൊപ്പം അനുകൂലമായി ശക്തമായുണ്ട്. CP ജോണും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. ഷിബു ബേബി ജോണും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമാണ് ഇനി നിലപാട് വ്യക്തമാക്കാനുള്ള UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ.